RC circuit has R equal to 20 ohm and C equal to 100 microfarad. A voltage V equal to 200 sin 314 t is applied at t equal to 2.14 millisecond. Obtain an expression for I. Also find the value of current after time 1 millisecond from the switching instant. നമുക്ക് പ്രോബ്ലം തന്നിട്ടുണ്ട്. അതിൽ ആദ്യം തന്നെ ഗിവൺ ഡാറ്റാസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് എഴുതാം. R equal to 20 ohm, C equal to 100 microfarad, V equal to 200 sin 314 t, t equal to 2.14 milliseconds. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു കണ്ടീഷൻ ശ്രദ്ധിക്കേണ്ടത് ടൈം t equal to 2.14 milliseconds തന്നിട്ടുണ്ട്. അപ്പോൾ ആ ടൈം കഴിഞ്ഞിട്ടാണ് നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്. അതായത് ഇവിടെ സ്വിച്ചിങ് നടക്കുന്നത് 2.14 millisecondsലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജനറലി വീനെ റെപ്രസെൻറ്റ് ചെയ്യുക VM സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്നാണ്. അപ്പോൾ 5 റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്വിച്ചിങ് ഇൻസ്റ്റൻറ്റിനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5 നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. 5 യൂഷ്വലി നമ്മൾ റേഡിയനിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. 5യുടെ വാല്യൂ എന്ന് പറയുന്നത് 0 to 2π റേഡിയൻ വരെ വാരി ചെയ്യും. സോ നമുക്ക് 5 കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം? ഇവിടെ t equal to 0 എന്ന് പറഞ്ഞ ഇൻസ്റ്റൻറ്റിലല്ല സ്വിച്ചിങ് നടക്കുന്നത്. 2.14 milliseconds കഴിഞ്ഞിട്ടാണ് സ്വിച്ചിങ് നടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് 5 എന്നുള്ള ടേം വന്നത്. അപ്പോൾ 314 t എന്നാണ് അല്ലേ സൈൻ. സോ ആ ടിയുടെ സ്ഥാനത്ത് 2.14 മില്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 314 ഇൻറ്റു 2.14 ഇൻറ്റു 10⁻³ അതാണ് 0.672 എന്ന് കിട്ടും റേഡിയൻ. 0.672 റേഡിയനാണ് ഞാൻ ചെയ്യുന്നത് കൊണ്ട് മാർക്ക് വരിക്കുന്നത്, അല്ലെങ്കിൽ റേഡിയൻ എഴുതിയാലും മതി. 0.672 റേഡിയൻ കിട്ടി. അപ്പോൾ നമുക്ക് 5 കിട്ടി. സോ നമ്മുടെ ജനറൽ വി എന്തായി മാറും? 200 സൈൻ 314 t പ്ലസ് 0.672. നമ്മൾ 5 എപ്പോഴും റേഡിയനിൽ എഴുതാനുള്ള റീസൺ ഇവിടെ 314 t എന്ന് പറയുന്നത് റേഡിയനാണ്. ഒരു റേഡിയൻ്റെ കൂടെ ഒരു റേഡിയൻ വാല്യൂ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഡിഗ്രി റേഡിയനും നമ്മൾ ആഡ് ചെയ്യാൻ പറ്റില്ല. യൂഷ്വലി നമ്മൾ പറയില്ല അഡീഷനും സബ്സ്ട്രാക്ഷനൊക്കെ ചെയ്യുമ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ സെയിം യൂണിറ്റ്സ് ആയിരിക്കണം. അല്ലാതെ ഡിഫറെൻറ്റ് 2 യൂണിറ്റ്സ് തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്ട് ചെയ്യാനോ പറ്റില്ല. ഇത് എപ്പോഴും റേഡിയനിൽ എഴുതാൻ നോക്കാം. അപ്പോൾ വി കിട്ടി. ഇനി നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ കറണ്ട് I. അപ്പോൾ I എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തായിരുന്നു? ഐയുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ IC പ്ലസ് IP ആണ്. അതിൽ IC നമുക്ക് ആദ്യം കാണാം. C ഇൻറ്റു e⁻t/RC എന്നാണ് ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. e⁻t/Rൻ്റെ സ്ഥാനത്ത് 20, സിയുടെ സ്ഥാനത്ത് 100 മൈക്രോ. ഇവിടെ 2 ഇൻറ്റു 10⁻³ എന്നാവും ഇത് ടോട്ടൽ, അതായത് 1000/2 എന്ന് വരും. അപ്പോൾ C ഇൻറ്റു e⁻500t ഇതാണ് നമ്മുടെ IC. ഇനി നമുക്ക് IP കണ്ടുപിടിക്കണം. IP equal to VM/Z sin omega t plus 5 plus tan inverse 1/omega RC. ആദ്യം നമുക്കിതിൽ Z കണ്ടുപിടിക്കാം. Z കാണാനുള്ള ഇക്വേഷൻ R plus JXL ആയിരുന്നു RL. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ പറയുക? R minus JXC എന്നാണ്. അപ്പോൾ R minus J/XCയുടെ സ്ഥാനത്ത് ഒമേഗ C എന്ന് കൊടുക്കുക. വാല്യൂസ് കൊടുക്കുക. 20 മൈനസ് J ബൈ ഒമേഗ എന്ന് പറയുന്നത് നോക്കിയാൽ VM സൈൻ ഒമേഗയുടെ സ്ഥാനത്താണ് ഇവിടെ 314. അപ്പോൾ ഒമേഗയുടെ സ്ഥാനത്ത് 314 ഇൻറ്റു 100 മൈക്രോ. ഇത് കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനെ ആറാമത്തേക്കൊക്കെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 20 മൈനസ് 314 ഇൻറ്റു 100. ഈ വാല്യൂവിനെ ഷിഫ്റ്റ് 2-3 കൊടുത്ത് 6 കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 37.61 ആംഗിൾ മൈനസ് 57.87 ഡിഗ്രി എന്ന് കിട്ടും. അത്രയും ഓം. അതാണ് നമ്മുടെ സെറ്റ്. ഇനി ഈ ആംഗിൾ തന്നെയാണ് നമ്മുടെ ടാൻ ഇൻവേഴ്സ് 1/ωRC എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ സെയിം ആംഗിളാണ് ഈ കിട്ടിയിരിക്കുന്ന 57.87 എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാൻ ഇൻവേഴ്സിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇവിടെ പ്ലസ് വരാനുള്ള റീസൺ എന്തായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞാൽ ലീഡിങ് ആയതുകൊണ്ടാണ്. കപ്പാസിറ്ററിൽ എപ്പോഴും കറണ്ട് ലീഡ് ചെയ്യും. ഇനി ഈ ഇക്വേഷൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ഈ IP-യുടെ VM-ൻ്റെ സ്ഥാനത്ത് എത്ര വരും? കമ്പയർ ചെയ്യുമ്പോൾ VM സൈൻ ഒമേഗയുടെ സ്ഥാനത്ത് ഇവിടെ 200 ആണ്. അപ്പോൾ 200/6
സെഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുക 37.61 സൈൻ 314t പ്ലസ് 0.672 പ്ലസ് ആണ് ശരിക്കും ആംഗിൾ വരേണ്ടത്. ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ പ്ലസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇനി ഈ സൈൻ്റെ ഉള്ളിലത്തെ ടേംസ് മുഴുവൻ എന്തായിരിക്കണം? റേഡിയൻ ആയിരിക്കണം ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് കിടക്കുന്നത് 57.87 ഡിഗ്രിയാണ്. അപ്പോൾ ആ ഡിഗ്രീനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇൻറ്റു π/180 ചെയ്യാം. അപ്പോൾ അത് റേഡിയനിക്ക്. അപ്പോൾ ആദ്യം നമുക്ക് 200 ഡിവൈഡഡ് ബൈ 37.61 എത്രയാണെന്ന് നോക്കാം. 5.32 സൈൻ 314t പ്ലസ് 0.672 പ്ലസ് ഈ വാല്യൂ കണ്ടുപിടിക്കുക 57.87 ഇൻറ്റു പൈ ആൻസർ ഡിവൈഡഡ് ബൈ 180. അത് നിങ്ങൾക്ക് 1.01 കിട്ടും. 1.01 അതായത് 5.32 സൈൻ 314t പ്ലസ് ഇത് ആഡ് ചെയ്യാം നമുക്ക് അല്ലേ. 0.672 1.01 കൂടെ ആഡ് ചെയ്ത് എത്ര വരും? 1.682 എന്ന്. സോ ഇതാണ് നമ്മുടെ IP. Therefore നമ്മുടെ ടോട്ടൽ കറണ്ട് I എന്ത് വരും? IC പ്ലസ് IP ആണ്. അപ്പോൾ ICയുടെ സ്ഥാനത്ത് C ഇൻറ്റു e റേസ്റ്റ് മൈനസ് 500tയും IPയുടെ സ്ഥാനത്ത് 5.32 സൈൻ 314t പ്ലസ് 1.682 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് I കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ C കണ്ടുപിടിക്കണം. അപ്പോൾ C കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ C കണ്ടുപിടിക്കാനായിട്ട് ഇനീഷ്യൽ കണ്ടീഷൻ എടുക്കണം. അപ്പോൾ അറ്റ് t = 0. അപ്പോൾ ആ സമയത്തുള്ള കറണ്ട് I of 0 എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? Vm/R സൈൻ φ എന്നായിരുന്നു. നമ്മൾ നേരത്തെ സീരീസ് RC സർക്യൂട്ടിൻ്റെ ട്രാൻസിഷൻ റെസ്പോൺസ് ആണുള്ള ഇക്വേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കാരണം ഇനീഷ്യൽ കണ്ടീഷൻ അല്ലെങ്കിൽ t = 0 അല്ലെ കപ്പാസിറ്റർ ഷോർട്ട് ആവും. സോ ടോട്ടൽ കറണ്ട് ആ സമയത്ത് അല്ലെങ്കിൽ ഇനീഷ്യൽ കറണ്ട് എന്ന് പറയുന്നത് Vm/R സൈൻ φ ആണ് വരിക. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Vm 200 R 20 സൈൻ ഓഫ് ഫൈയുടെ സ്ഥാനത്ത് 0.672 എന്നാണ് അല്ലേ നമ്മുടെ 5. പക്ഷെ 0.672 എന്താ? റേഡിയനാണ്. പക്ഷെ നമുക്ക് ഇവിടെ എടുക്കുമ്പോൾ എന്ത് വേണം? സൈൻ ഓഫ് ആംഗിൾ വേണം. അപ്പോൾ അതിനെ റേഡിയനെ ഡിഗ്രി ആക്കാനായിട്ട് ഇൻറ്റു 180/π ചെയ്യാം. ഒരു ക്വാണ്ടിറ്റീനെ ഡിഗ്രീനെ റേഡിയൻ ആക്കാൻ π/180, നേരെ മറിച്ച് റേഡിയനെ ഡിഗ്രി ആക്കാൻ അതിൻ്റെ റെസിപ്രോക്കൽ അതായത് 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം അത് കണ്ടുപിടിക്കണം. 200/20 നമുക്കറിയാം 10 അല്ലേ. അപ്പോൾ സൈൻ ഓഫ് 0.672 ഇൻറ്റു 180/π. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 6.22 കിട്ടും. ഈ 200 അതായത് 10 ഇൻറ്റു ഈ വാല്യൂ ചെയ്യുമ്പോൾ 6.22 ആംപിയർ ആണ് ഇനീഷ്യലിക്കുള്ള കറണ്ട് എന്ന് കിട്ടി. ഇനി ഈ കണ്ടീഷൻ വെച്ചിട്ട് വേണം നമുക്ക് C കണ്ടുപിടിക്കാൻ. സോ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. I of 0ൻ്റെ സ്ഥാനത്ത് 6.22 = C ഇൻറ്റു e റേസ്റ്റ് മൈനസ് 500t. t ഇപ്പോൾ 0 ആയി, അപ്പോൾ അത് e റേസ്റ്റ് 0 1 ആയി പ്ലസ് 5.32 സൈൻ 314tയിലെ t 0 ആയി ടേം പോയി സൈൻ ഓഫ് 1.682. ഈ 1.682 ഇതുപോലെ റേഡിയൻ ആണ്. സോ അതിനെ ഡിഗ്രി ആക്കി മാറ്റണം ആംഗിൾ എടുക്കുമ്പോൾ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ വാല്യൂ എന്ന് പറയുന്നത് C പ്ലസ് 5.32 ഇൻറ്റു സൈൻ 1.682 ഇൻറ്റു 180/π. ആൻസർ വരുന്നത് 5.29. അപ്പോൾ C = 6.22 മൈനസ് 5.29 ചെയ്യാം. ആൻസർ എന്ന് പറയുന്നത് 0.93. അപ്പോൾ C കിട്ടി നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore കംപ്ലീറ്റ് എക്സ്പ്രഷൻ ഫോർ കറണ്ട് I എന്ന് പറയുന്നത് സിയുടെ സ്ഥാനത്ത്
0.93 e raised to minus 500t plus 5.32 sin 314t plus 1.682. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്, കംപ്ലീറ്റ് എക്സ്പ്രഷൻ ഫോർ കറണ്ട് ഐ. ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഓൾസോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കറണ്ട് ആഫ്റ്റർ ടൈം ഈക്വൽ ടു 1 millisecond. അപ്പോൾ 1 millisecond കഴിഞ്ഞിട്ടുള്ള കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. നമുക്ക് ടോട്ടൽ കറണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കിട്ടിയ എക്സ്പ്രഷനിൽ ടിയുടെ സ്ഥാനത്ത് എന്തിട്ട് കൊടുത്താൽ മതി, 1 milliseconds സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 1 millisecond ശേഷമുള്ള കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ അറ്റ് ടി ഈക്വൽ ടു 1 milliseconds കഴിഞ്ഞിട്ട് ഐ കാണാനുള്ള ഇക്വേഷൻ 0.93 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 500 ഇൻറ്റു 10 റേസ് ടു മൈനസ് 3 അല്ലേ. ടിയുടെ സ്ഥാനത്ത് 1 millisecond കൊടുത്തു പ്ലസ് 5.32 സൈൻ 314 ഇൻറ്റു 10 റേസ് ടു മൈനസ് 3. 1 millisecond എന്ന് പറഞ്ഞാൽ 10 റേസ് ടു മൈനസ് 3 ആണ്. പ്ലസ് 1.682 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇ റേസ് ടു മൈനസ് 500 ഇൻറ്റു 10 റേസ് ടു മൈനസ് 3 എന്ന് പറഞ്ഞാൽ എന്താ, 500 ഡിവൈഡ് ബൈ 1000, അതായത് ഇ റേസ് ടു മൈനസ് 0.5. അപ്പോൾ ആ വാല്യൂ എന്ന് പറയുന്നത് 0.564 ആണ്. 2 ഡെസിമലോ 3 ഡെസിമലോ എടുക്കാം. 0.56 പ്ലസ് 5.32 സൈൻ 314 ഇൻറ്റു 10 റേസ് ടു മൈനസ് 3 എന്ന് വെച്ചാൽ 0.314 ആണ്. 0.314 പ്ലസ് 1.682, അതായത് സൈൻ ഓഫ് 1.996. അത് റേഡിയൻ ആണ്. അപ്പോൾ അതിനെ ആദ്യം ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുക ഇൻറ്റു 180/π കൊടുത്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. 5.32 സൈൻ 1.996 ഇൻറ്റു 180/π. ആ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.56 പ്ലസ് ഈ മൊത്തം വാല്യൂ ഇപ്പോൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 4.85 എന്ന് കിട്ടും. അപ്പോൾ ഐ എന്ന് പറയുന്നത് ആഡ് ചെയ്യാം നമുക്ക്. 0.56 പ്ലസ് 4.85 കൂടെ ആഡ് ചെയ്യുമ്പോൾ 5.41 ആംപിയർ എന്ന് കിട്ടും. അപ്പോൾ അറ്റ് ടി ഈക്വൽ ടു 1 millisecond ആ സമയത്തുള്ള കറണ്ട് എന്ന് പറയുന്നത് 5.41 milliampere ആണ്. 5.41 ആംപിയർ ആണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനായിരുന്നത്. നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഈ ക്വസ്റ്റ്യനിൽ മെയിനായിട്ടൊരു ചേഞ്ച് ഉണ്ടായിരുന്നത് 5 എന്നുള്ള ടേമാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ചെയ്തപ്പോൾ എല്ലാ സ്വിച്ചിങ്ങും നടന്നിരുന്നത് ടി ഈക്വൽ ടു 0 ഇൻസ്റ്റൻറ്റിലാണ്. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് 2.14 millisecond കഴിഞ്ഞിട്ടാണ് സ്വിച്ചിങ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈൻ VM സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് പറഞ്ഞ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ആ 5 കണ്ടുപിടിച്ചിട്ട് വേണം ബാക്കി കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അതാണ് അതിൽ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം റേഡിയനും ഡിഗ്രിയും കൺവേർഷൻ. ഇപ്പോൾ കാൽക്കുലേറ്റർ, എൻ്റെ കാൽക്കുലേറ്റർ ഓൾറെഡി ഞാൻ ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന. സോ അതുകൊണ്ടാണ് ഞാൻ സൈൻ ഓഫ് ഇവിടെ എടുക്കുമ്പോൾ ഒക്കെ എല്ലാം ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. കാരണം കാൽക്കുലേറ്റർ ഓൾറെഡി അത് ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം നമ്മളിപ്പോൾ സൈൻ ഓഫ് ഈ വാല്യൂ കൊടുത്തു കഴിഞ്ഞ് ഈ വാല്യൂവിനെ അവർ ഡിഗ്രി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ ഇതിപ്പോൾ റേഡിയനാണ്. അപ്പോൾ അതിനെ ഡിഗ്രി ആക്കി ഇവിടെ ഡിഗ്രി ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ കാൽക്കുലേറ്ററിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ വാല്യൂ തെറ്റും അല്ലേ. സൈൻ ഓഫ് റേഡിയനെയാണ് നമുക്ക് തരിക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് മോഡ് ചേഞ്ച് ചെയ്തിട്ട് ഡിഗ്രി എന്നുള്ള ഓപ്ഷൻ ഡിഗ്രീനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം ചെയ്യാം. പക്ഷേ എപ്പോഴും ഈ ഡിഗ്രി ടു റേഡിയൻ അല്ലെങ്കിൽ റേഡിയൻ ടു ഡിഗ്രി കൺവേർഷൻ കാൽക്കുലേറ്ററിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാളും എളുപ്പം ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ചൂസ് ചെയ്യാം. അപ്പോൾ അതങ്ങനെ ചേഞ്ച് ചെയ്യാൻ മറന്നു പോവുകയും അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പ്രശ്നമാവും. അപ്പോൾ അതിൽ നല്ലത് എപ്പോഴും കാൽക്കുലേറ്റർ ഒരു മോഡൽ തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അതിനനുസരിച്ച് ഇവിടെ വാല്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അനാലിസിസ് ചെയ്യുമ്പോൾ സ്റ്റെപ്സിൽ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് വരുത്താം. അഡീഷനൊക്കെ എഴുതുമ്പോൾ നമുക്കെല്ലാം എന്തിലായിരിക്കണം, റേഡിയൻസിലായിരിക്കണം. കാരണം ഒരേ ക്വാണ്ടിറ്റീസ് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സൈൻ ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആംഗിൾസ് അല്ലെങ്കിൽ വാല്യൂസ് കണ്ടുപിടിക്കുമ്പോൾ അതെല്ലാം ആംഗിളിലായിരിക്കണം. അപ്പോൾ അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ പ്രോബ്ലത്തിൽ നല്ല മൊത്തത്തിൽ നിങ്ങൾ ഈ കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം.